വയനാട് കൈതക്കലിൽ KSRTC ബസ്സുകൾ കൂട്ടിയിടിച്ചൊരു അപകടം, നിരവധി പേർക്ക് പരിക്കേറ്റു. പരിക്കേറ്റവരെ മാനന്തവാടി മെഡിക്കൽ കോളേജിലേക്ക് മാറ്റുകയാണ്. ദീപക് മോഹൻ സ്ഥലത്തുനിന്ന് വിവരങ്ങളുമായി നമ്മളോടൊപ്പം ചേരുകയാണ്. ദീപക്, എങ്ങനെയാണ് ഈ അപകടമുണ്ടായത്? മാധു, പനമരം കൈതക്കലിനടുത്തുള്ള സ്ഥലത്ത് വെച്ചാണ് ഇത്തരത്തിൽ 2 KSRTC ബസ്സുകൾ ഏകദേശം 9:45 കൂട്ടിയിടിച്ച അപകടമുണ്ടായി. നമുക്ക് ആ ദൃശ്യങ്ങളിൽ കാണാം. കണ്ണൂരിൽ നിന്ന് സുൽത്താൻ ബത്തേരിയിലേക്ക്, മാനന്തവാടി വഴി സുൽത്താൻ ബത്തേരിയിലേക്ക് പോകുന്ന KSRTCയുടെ ലിമിറ്റഡ് സ്റ്റോപ്പ് ബസ്സാണ്. പ്രിയദർശിനി സ്ത്രീ സൗജന്യ യാത്ര ബസ്സിൽ നിറയെ യാത്രക്കാരുണ്ടായിരുന്നു എന്നാണ് ദൃക്സാക്ഷികൾ പറയുന്നത്. ആ ബസ്സിന് മുൻഭാഗത്തേക്കാണ് ഈ മാനന്തവാടി ഭാഗത്ത് നിന്ന് വരുന്ന ബസ്സിന്റെ മുൻഭാഗത്തേക്കാണ് ഇരിട്ടിയിലേക്ക് പോകുന്ന KSRTCയുടെ ഫാസ്റ്റ് പാസഞ്ചർ ബസ് വന്ന് ഇടിച്ച് അപകടമുണ്ടായത്. നിരവധി യാത്രക്കാർക്ക് പരിക്കേറ്റിട്ടുണ്ട് എന്ന് ദൃക്സാക്ഷികൾ പറയുന്നുണ്ട്. 20ഓളം ആളുകളെ ഇപ്പോൾ മാനന്തവാടി മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റിയിട്ടുണ്ട്. ആ ലിമിറ്റഡ് സ്റ്റോപ്പ് ബസ്സിന്റെ ഡ്രൈവറുടെ ആരോഗ്യനിലയെക്കുറിച്ചും ആശങ്കകളുണ്ട് എന്നാണ് ഇവിടെയുള്ള ആളുകൾ പറയുന്നത്. ഈ അപകടമുണ്ടായിരുന്ന സമയത്ത് ഇവിടെ നിന്ന് ബസ്സിലുണ്ടായിരുന്ന ആളുകളെ രക്ഷാപ്രവർത്തനത്തിന്റെ ഭാഗമായി ആശുപത്രിയിലേക്ക് കൊണ്ടുപോയ ആളിപ്പോൾ നമ്മളോടൊപ്പം ചേരുന്നുണ്ട്. എന്താ ആ ഒരു സാഹചര്യം? ഇപ്പം എത്ര പേർക്ക് പരിക്കേറ്റിട്ടുണ്ട്? ഒരു 10-70 പേർക്കോളം പരിക്കുണ്ടാവും. കൂടുതലും സ്ത്രീകളായിരുന്നു വണ്ടിയിലുണ്ടായിരുന്നത്. എങ്ങനെയാണ് അപകടം ഉണ്ടായേ? ഡ്രൈവർ പറഞ്ഞത് വെഹിക്കിൾ വീല് ജാമായെന്നാണ് ഡ്രൈവർ പറഞ്ഞത്. ഞാൻ ഈ ബസ്സിന്റെ തൊട്ടുപുറകിലുണ്ടായിരുന്ന ആളാണ്. തൊട്ടുപുറകിൽ ബസ്സിൽ വന്ന ആളായിരുന്നു. അപ്പോൾ ഞാൻ ഫസ്റ്റ് കയറിയത് ഞാനായിരുന്നു. അപ്പോൾ പുള്ളിയോട് ചോദിച്ചപ്പോൾ പൂപ്പര് കാല് പൊട്ടിയിട്ടുണ്ട്, അനങ്ങാൻ പറ്റുന്നില്ലെന്നാണ് പറഞ്ഞത്. വണ്ടിയിൽ 2 ബസ്സിലും ഫുൾ ആൾക്കാരായിരുന്നു. വേറെ ബസ്സിൽ നിറയെ ആളുകളുണ്ടായിരുന്നു. ആ ബസ്സിന്റെ ഇപ്പൊ മുൻഭാഗത്ത് നമുക്ക് ദൃശ്യങ്ങളിലേക്ക് പോയാൽ ടോണി, ആ ഭാഗത്തെ ദൃശ്യങ്ങളിലേക്ക് പോയാൽ മനസ്സിലാക്കും. മുൻപിൽ ഡ്രൈവർ ഇരുന്ന ഭാഗമൊക്കെ വലിയ തോതിൽ വന്ന് ഈ എതിർഭാഗത്തെ KSRTC വന്ന് ഇടിച്ച് അതിനകത്തേക്ക് കയറിയിരിക്കുന്ന ഒരു സാഹചര്യം. ഡ്രൈവറുടെ ഒക്കെ ഒരു ഇതിൽ എങ്ങനെയാണ്? ഡ്രൈവറുടെ കാല് പൊട്ടിയതാണ്. പുള്ളി അനങ്ങാൻ പറ്റുന്നില്ല. പുള്ളി സംസാരിക്കുന്നുണ്ട്, കാല് പൊട്ടിയെന്നാണ് പുള്ളി പറഞ്ഞത്. വേറെ ഇപ്പൊ തൊട്ട് പുറകിലുണ്ടായിരുന്ന ഒരു ഉമ്മ ഉണ്ടായിരുന്നു, ഒരു താത്ത ഉണ്ടായിരുന്നു. അവരുടെ മുഖം ഒക്കെ ഫുള്ള് മുറിഞ്ഞ് നാശമായിരിക്കുമായിരുന്നു. ഒരുപാട് പേർക്ക്, എല്ലാവർക്കും തന്നെ പരിക്കാണ്. എല്ലാവരും മുഖത്തും ഇതൊക്കെ തന്നെ പരിക്കുള്ള. 2 ബസ്സിൽ നിറയെ ആളുകളായിരുന്നു. 2 ബസ്സിൽ നിറയെ ആളുകാരായിരുന്നു. എങ്ങനെ അപകടം ഉണ്ടായത്? നിങ്ങൾ കണ്ടോ അപകടം? ഞാൻ ഈ ചുവന്ന ബസ്സിന്റെ പുറകിലൊരു ബസ്സിലുണ്ടായിരുന്ന അപ്പൊ ഇടിച്ച പാടെ കണ്ടേ. അപ്പൊ ആ ഡ്രൈവർ പറഞ്ഞ കാര്യം മാത്രമേ അറിയുള്ളൂ. മാധു, നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം. ഇത്തരത്തിൽ ഈ ഒരു വളവിൽ വെച്ചാണ് വാഹനം നിയന്ത്രണം നഷ്ടമായി 2 ബസ്സുകൾ തമ്മിൽ കൂട്ടിയിടിച്ചത്. ഇപ്പോൾ ഇവിടെ മോട്ടോർ വെഹിക്കിൾസ് ഡിപ്പാർട്ട്മെന്റ് അധികൃതർ വാഹനത്തിൽ പരിശോധന നടത്തുന്നുണ്ട്. നമുക്ക് ആ ഭാഗത്തേക്ക് ദൃശ്യങ്ങൾ കുറച്ചുകൂടി. വാഹനങ്ങൾക്ക് കടന്നു പോകാൻ കഴിയുന്നത്ര ബുദ്ധിമുട്ടുള്ള വഴിയാണോ അതോ വേഗത കൊണ്ടാണോ അപകടമുണ്ടായത്? മാധു, അതായത് പനമരം കഴിഞ്ഞ് മാനന്തവാടിയിലേക്ക് തിരിയുന്ന കൈതക്കലിനടുത്ത് വെച്ചുള്ളൊരു വളവിൽ വെച്ചാണ് ഇത്തരത്തിൽ 2 KSRTC ബസ്സുകൾ കൂട്ടിയിടിച്ചത്. 9:45 കൂടിയാണ് ഈ അപകടമുണ്ടായത്. KSRTC ബസ്സിന്റെ പിൻഭാഗത്തെ ചക്രങ്ങൾ ജാമായി കറങ്ങാത്തൊരു സാഹചര്യം ഉണ്ടായി എന്ന് ഡ്രൈവർ പറഞ്ഞു എന്നാണ് ഇവിടെയുള്ള ദൃക്സാക്ഷികൾ പറയുന്നത്. അതനുസരിച്ച് ആ വാഹനം വളവിൽ വെച്ച് നിയന്ത്രണം നഷ്ടമാകുകയായിരുന്നു. ആ സമയത്താണ് ഇരിട്ടിയിലേക്ക് പോകുന്ന ഫാസ്റ്റ് പാസഞ്ചർ ഈ KSRTC ബസ് അതിന് എതിർഭാഗത്തേക്ക് വന്ന് ഇടിച്ചത്. ഇതൊരു വളവാണ്, അതുകൊണ്ട് തന്നെ ആ വളവിൽ വെച്ച് KSRTC ലിമിറ്റഡ് സ്റ്റോപ്പ് ബസ്സിന്റെ നിയന്ത്രണം നഷ്ടപ്പെട്ടു. പിൻഭാഗത്തെ ചക്രങ്ങൾ ജാമായി റോഡിലൂടെ ഉരഞ്ഞ് എതിർഭാഗത്ത് വന്ന എതിർഭാഗത്തെ KSRTC ബസ്സിന് ഇടിച്ചു എന്നാണ് ഇവിടെ ഉണ്ടായിരുന്ന ദൃക്സാക്ഷികൾ അടക്കം പറയുന്നത്. അതുമായി ബന്ധപ്പെട്ട് KSRTCയുടെ ഡ്രൈവറും അത്തരത്തിലൊരു കാര്യം പറഞ്ഞു എന്ന് പറയുന്നുണ്ട്. ഇപ്പോൾ നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം. ഈ വാഹനത്തിനകത്ത് മോട്ടോർ വെഹിക്കിൾസ് ഉദ്യോഗസ്ഥരടക്കം പരിശോധന നടത്തുന്നുണ്ട്. ആ വാഹനത്തിനകത്തേക്ക് കയറിയാൽ കൂടുതൽ കാര്യങ്ങൾ നമുക്ക് വ്യക്തമാകും. അതായത് വാഹനത്തിന് സാങ്കേതികമായ തകരാറ് കൊണ്ടാണോ ഇത്തരത്തിൽ ഒരു അപകടം ഉണ്ടായത് എന്നതിനെ പറ്റി കൂടുതൽ കാര്യങ്ങൾ അറിയേണ്ടിയിരിക്കുന്നു. മാധു, ഈ ദൃശ്യങ്ങൾ കാണാം. വാഹനത്തിന്റെ ഫ്രണ്ട് ഭാഗം പൂർണ്ണമായും തകർന്നു. 2 ബസ്സിന്റെയും മുൻഭാഗം ഇടിച്ച് തകർന്നിട്ടുണ്ട്. ഈ മുൻഭാഗത്ത് ഡ്രൈവർ ഇരുന്ന സ്റ്റിയറിംഗിന്റെ മുൻഭാഗത്തോട് ചേർന്നാണ് എതിർഭാഗത്തെ ബസ് വന്ന് ഇടിച്ചത്. 2 വാഹനങ്ങളും കൂടി ഇടിച്ച് വലിയൊരു അപകടം തന്നെ ഉണ്ടായിട്ടുണ്ട്. സീറ്റുകളിലൊക്കെ തന്നെ രക്തത്തുള്ളികളൊക്കെ കാണാം. സാർ, ഇപ്പോൾ ഒരു പ്രാഥമികമായൊരു നിഗമനത്തിൽ എന്താണ് സാർ മനസ്സിലാവുന്നത്? നേരത്തെ വണ്ടിയുടെ പിറകുഭാഗത്തെ ടയർ ജാമായിട്ടാണെന്നൊക്കെ ഡ്രൈവർ പറഞ്ഞു എന്ന് പറയുന്നു. പ്രാഥമികമായിട്ടുള്ള വ്യക്തമായിട്ടുള്ള പരിശോധനയിൽ മാത്രമേ നമുക്കത് പറയാൻ പറ്റുകയുള്ളൂ. ഇപ്പോൾ പെട്ടെന്നൊരു നിഗമനത്തിലേക്ക് എത്താൻ പറ്റില്ല. വളവിൽ വെച്ച് നിയന്ത്രണം നഷ്ടപ്പെട്ടിട്ടാണെന്ന് മനസ്സിലാവുന്നുണ്ടോ? ബ്രേക്ക് ജാമായി എന്നൊക്കെ ഡ്രൈവർ പറഞ്ഞു എന്ന് പറയുന്നത്. വിശദമായിട്ട് പരിശോധിച്ചിട്ടുണ്ടെങ്കിൽ മാത്രമേ നമുക്കത് പറയാൻ പറ്റുള്ളൂ. നോക്കട്ടെ.
വിശദമായൊരു പരിശോധനയ്ക്ക് ശേഷം പറയാമെന്നാണ് മോട്ടോർ വെഹിക്കിൾസിന്റെ ജീവനക്കാർ ഉദ്യോഗസ്ഥരടക്കം പറയുന്നത്. അവരിപ്പോൾ ഈ വാഹനത്തിൽ പരിശോധന നടത്തുന്നത് നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം. ഈ ഇടിയുടെ ആഘാതത്തിലാണ് ബസ്സിന്റെ മുൻഭാഗം പൂർണ്ണമായും തകർന്നൊരു സാഹചര്യമുള്ളത്. നമുക്ക് ആ ദൃശ്യങ്ങളിൽ കണ്ടാൽ എത്രത്തോളം ഭീകരമുണ്ടെന്ന് മനസ്സിലാകും. എതിർഭാഗത്തെ ഈ ഫാസ്റ്റ് പാസഞ്ചർ ബസ് വന്ന് ഇടിച്ച് ഇതിനകത്തേക്ക് കയറിയിരിക്കുന്ന ദൃശ്യങ്ങൾ, മുൻഭാഗത്തെ രണ്ട് വാഹനത്തിന്റെയും സ്റ്റിയറിംഗ് അടക്കം തകർന്നുപോയി. കൂട്ടിയിടിച്ചിരിക്കുന്നത് ആളുകളുടെ ആരോഗ്യാവസ്ഥ സംബന്ധിച്ചൊക്കെയുള്ള വിവരങ്ങൾ നമുക്ക് അറിയേണ്ടതുണ്ട്.